ഈ വാരം നമുക്ക് ഒറ്റപ്പാലത്ത് നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. ഒറ്റപ്പാലത്ത് നിന്നും രാജേഷാണ് നമുക്ക് എഴുത്തയച്ചിരിക്കുന്നത്. നമസ്തേ, എനിക്ക് എൻ്റെ നാളിൻ്റെ ഫലം അറിയണം. ഞാനൊരു ഫാർമസിസ്റ്റാണ്. ഗൾഫിലാണ് എനിക്ക് ജോലി. സമ്പാദ്യമൊന്നും കാര്യമായി ഇതുവരെയും ഉണ്ടാക്കുവാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ലീവിന് വന്നിരിക്കുകയാണ്. എനിക്ക് ഈ ഫീൽഡ് തന്നെ ഗുണം ചെയ്യുമോ? പുതിയൊരു വിസയ്ക്ക് ശ്രമിക്കണമോ? ഒരു ഓഫർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു ഫീൽഡിലാണ് വന്നിരിക്കുന്നത്. അത് സ്വീകരിക്കണമോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നക്ഷത്രപ്രകാരം ഇന്ന് നേരാകും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യത്തിനർത്ഥം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 1974 നവംബർ മാസം 29 വെള്ളിയാഴ്ച രാത്രി 8:19 ജനിച്ചിരിക്കുന്നത്. നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ജാതകപ്രകാരം ഇപ്പോൾ താങ്കൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായ സമയം, രാജേഷിൻ്റെ ജാതകപ്രകാരം ഈ വ്യാഴദശാകാലാണ് ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 7.5 വയസ്സ് വരെ ഉണ്ടായിരുന്ന ചന്ദ്രന് ശേഷം 14, 8:22, 32 വയസ്സ് മുതലൊക്കെ വ്യാഴദശാകാലമാണ്. 38, 48 വയസ്സ് വരെ ഉള്ളായിരിക്കുന്ന കാലഘട്ടം വരേക്ക് വ്യാഴൻ്റേതായിരിക്കുന്ന ദശാകാലമായിട്ടാണ് ജാതകത്തിൽ പൊതുവെ പ്രധാനമായിട്ടും പറയുന്നത്. ഒരുപാട് നല്ല ഗുണരീതിയുള്ളതായിരിക്കുന്ന ജാതകമായിട്ടാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. മിഥുന രാശി ലഗ്നമായിരിക്കുന്നതായ വ്യക്തി ഗജകേസരി യോഗപ്രദനായിരിക്കുന്ന വ്യാഴാണ്. കുംഭരാശിയിലാണ് വ്യാഴൻ്റേതായിരിക്കുന്ന സ്ഥിതി. അതുപോലെ തന്നെ കുംഭരാശിയിൽ തന്നെയായിട്ടാണ് വ്യാഴൻ്റെ അംശകവും വന്നിരിക്കുന്നത്. നല്ലപോലെ ബലമുള്ളതായിരിക്കുന്ന ഒരു രാശിയിൽ ബലത്തോടു കൂടിയിട്ടാണ് വ്യാഴൻ്റേതായിരിക്കുന്ന പൊസിഷൻ. ഭാഗ്യസ്ഥാനത്തിലായിട്ടാണ് വ്യാഴൻ്റെ സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളതായിരിക്കുന്ന വ്യാഴൻ താങ്കൾക്ക് തീർച്ചയായും ഗുണങ്ങളെ തരേണ്ടതായിരിക്കുന്ന ഒരു സമയം തന്നെയായിട്ടാണ് പറയാം. കർമ്മപരമായിരിക്കുന്ന മേഖലയിൽ കൂടിയിട്ട് നല്ലതുപോലുള്ളതായിരിക്കുന്ന സമ്പാദ്യവും മാറ്റും വരേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. ഏത്കാര്യം ആരബ്ധമുപേത്യനേന തസ്യൈവ സിദ്ധിം സുഖജീവനം ച കീർത്തിം പ്രതിഷ്ഠാം കുശലപ്രവൃത്തിം മനോന്യതം കർമ്മപതേർദശായാം എന്ന് പറയാം. തൻ്റേതായ കർമ്മമേഖലയിൽ നല്ല രീതിയിൽ ഉയർന്നു വന്ന് കീർത്തിയും കാര്യങ്ങളും യശസ്സും എല്ലാം തന്നെ വന്നു ചേരണം എന്നുള്ളതായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പരിപൂർണമായി ജാതകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ജോലി തന്നെ തുടർന്നു കൊണ്ടുപോകുന്നതാകും നല്ലത്. പുതിയതായിരിക്കുന്ന ജോലി മാറ്റത്തിന് ശ്രമിക്കേണ്ടതായിരിക്കുന്ന ആവശ്യകത പൊതുവെ കാണുന്നില്ല. എന്തായാലും വളരെയധികം ബലവാനായിട്ടുള്ളതായിരിക്കുന്ന ഈ വ്യാഴദശാകാലം കഴിയുന്ന സമയത്തിനുള്ളിൽ തന്നെ താങ്കളെ നല്ലതായിരിക്കുന്ന ഒരു രീതിയിൽ എത്തിക്കും എന്നുള്ളതിനാണ് പറയുന്നത്. 48 വയസ്സിനുള്ളിലായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു വീടും വാഹനവും മുതലായുള്ള സകലവിധ അഭിവൃദ്ധിക്കുമുള്ളതായിരിക്കുന്ന ഒരു യോഗം താങ്കളുടെ ജാതകപ്രകാരം വ്യാഴൻ്റെ പൊസിഷനിൽ കാണുന്നുണ്ട്. ഗജകേസരി യോഗപ്രദനായിരിക്കുന്ന വ്യാഴൻ താങ്കൾക്ക് ഇനിയും അനവധി ഗുണങ്ങളായിരിക്കും തരിക. എങ്കിലും വലുതായിട്ടുള്ളതായിരിക്കുന്ന ആ വ്യാഴൻ്റേതായിരിക്കുന്ന ഗുണത്തിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സമ്മോഹനം എന്നുള്ളതായിരിക്കുന്ന രീതിയിലായിരിക്കണം പ്രതിവിധി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ സമ്മോഹന യന്ത്രമോ രാജഗോപാല യന്ത്രമോ ഏലസിലാക്കി ധരിക്കുന്നതും ഒരു പരിധിവരെ ഗുണകരമാണ്. വ്യാഴൻ്റേതായിരിക്കുന്ന ഗുണം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലിരിക്കുന്നതും വിഷ്ണു സഹസ്രനാമമോ വിഷ്ണു സ്തോത്രങ്ങളോ പതിവായി ജപിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ് പറയാം. താങ്കൾക്കിപ്പോൾ കണ്ടകശനി കാലഘട്ടമാണ് ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിക്ക് ഒരു മാറ്റം പൊതുവെ പറയുന്നുണ്ട്. 2017 ജനുവരി മാസം 27 7-ൽ നിന്നും അഷ്ടമത്തിലോട്ടാണ് മാറ്റം. അത് ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിൽ ചെറിയൊരു പ്രയാസങ്ങൾക്ക് ഇടയുണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും പൊതുവെ ഗുണകരമായിരിക്കുന്ന സമയം തന്നെയാണ്. ഈ പറഞ്ഞ പോലുള്ളതായിരിക്കുന്ന ഒരു വിഷമതയ്ക്കൊന്നും ഒരു യോഗം പൊതുവെ കാണുന്നില്ല. എന്തായാലും ഇനി ഒരു 6 വർഷം കൂടി ജാതകത്തിൽ പറയുന്നുണ്ടല്ലോ. ഈ 6 വർഷത്തിനുള്ളിൽ തന്നെയായിട്ട് നല്ലതായിരിക്കുന്ന ഒരു മാറ്റം താങ്കൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം.